US വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. മാർച്ച് 21 അമേരിക്കൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കരിദിനമാണെന്ന് പൗരാവകാശ സംഘടനയായ NAACP വിമർശിച്ചു. ട്രംപിന്റെ നീക്കം അത്യന്തം വിനാശകരമാണെന്നും യുഎസിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒരുപോലെ ഉത്തരവ് ബാധിക്കുമെന്ന് സെനറ്റിലെ ഡെമോക്രാറ്റിക് നേതാവ് ചക് ഷുമർ തുറന്നടിച്ചു. വ്യാഴാഴ്ചയാണ് വിദ്യാഭ്യാസ വകുപ്പിന് താഴിട്ടുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചത്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാതെ ഇത്രയും കാലം വകുപ്പ് പണം വെറുതെ ചെലവഴിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചാണ് നടപടി. വിദ്യാഭ്യാസ കാര്യങ്ങളിന്മേലുള്ള സമ്പൂർണ്ണ അധികാരം വീണ്ടും സംസ്ഥാനങ്ങൾക്ക് മടക്കി നൽകുകയാണെന്ന് ട്രംപ് പറഞ്ഞു. ഉത്തരവിൽ ഒപ്പുവെക്കാൻ വൈറ്റ് ഹൌസിലെത്തിയപ്പോൾ ലിൻഡ മക്മോഹനെ അമേരിക്കയുടെ അവസാനത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി എന്ന് പറഞ്ഞാണ് ട്രംപ് പരിചയപ്പെടുത്തിയത്. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നിർത്തലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് എളുപ്പത്തിൽ സാധിക്കില്ല. US കോൺഗ്രസിന്റെ അനുമതി വേണം. മുഖ്യ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ 7 അംഗങ്ങളുടെ പിന്തുണയും ലഭിക്കണം. നിലവിൽ അമേരിക്കയിൽ പ്രൈമറി സെക്കൻഡറി സ്കൂളുകളുടെ 13% ഫണ്ടിംഗ് നൽകുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ്. കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ഫെഡറൽ വായ്പയും ഗ്രാന്റുകളും, വരുമാനം കുറഞ്ഞ കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠനസഹായം, അംഗപരിമിതരായ വിദ്യാർത്ഥികൾക്കുള്ള ഫണ്ട് എന്നിവ നൽകുന്നതും ഈ വകുപ്പാണ്. ഉത്തരവ് നിലവിൽ വന്നാൽ ഈ സാമ്പത്തിക സഹായം അവസാനിക്കും. 1979 ഫെഡറൽ വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ വന്നത്. കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ഫെഡറൽ വായ്പയും ഗ്രാന്റുകളും, വരുമാനം കുറഞ്ഞ കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠനസഹായം, അംഗപരിമിതരായ വിദ്യാർത്ഥികൾക്കുള്ള ഫണ്ട് എന്നിവ നൽകുന്നത് ഈ വകുപ്പാണ്. യുഎസിൽ ഭൂരിഭാഗം പ്രൈമറി സെക്കൻഡറി സ്കൂളുകളുടെയും നിയന്ത്രണം സംസ്ഥാനങ്ങൾക്കാണ്. അവയ്ക്കുള്ള ഫണ്ടുകളിൽ 13% മാത്രമാണ് ഫെഡറൽ സഹായം. ട്രംപ് അധികാരമേറ്റതു മുതൽ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതലക്കാരനായ ഇലോൺ മസ്കിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരം ചെലവ് ചുരുക്കൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി വരികയാണ്.